السلام عليكم ورحمة الله وبركاته. الحمد لله والصلاة والسلام على رسول الله وعلى آله وصحبه الفائزين برضا الله. أما بعد، فضيلة الشيخ الداعية الكبير ضيف المفضال العالم العلامة عاشق الرسول السيد هاشم حفظه الله ورعاه، متعنا الله هذه الأمة بطول حياته وكمال صفته. സർവാദരണീയരായ ആൾ ഇന്ത്യ ജമിയത്തുൽ ഉലമ ജനറൽ സെക്രട്ടറി വന്യരാജ് ശൈഖുന സുൽത്താനുൽ ഉലമ ഉസ്താദ് അവറുകളെ, വേദിയിൽ ഉപവിഷ്ടരായ മറ്റ് പണ്ഡിതന്മാർ, മത, സാമൂഹിക, സാംസ്കാരിക, രാഷ്ട്രീയ നായകർ, നമ്മുടെ തൃശൂർ ജില്ലയിൽ മീലാദ് കോൺഫറൻസോടനുബന്ധിച്ച് അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ജീവിതത്തിൽ കാണിച്ചു തന്ന ദുർബലരെ, അശരണരെ സഹായിക്കുക എന്ന ലക്ഷ്യത്തോടെ 60 പാവങ്ങൾക്ക്, പരമദരിദ്രർക്ക് വീട് വെച്ചു കൊടുത്തു 10-ലധികം പാവപ്പെട്ട പെൺകുട്ടികളെ സാമ്പത്തിക സഹായം നൽകി ജില്ലയിലുള്ള എല്ലാ മെഡിക്കൽ യൂണിവേഴ്സിറ്റിയിലും അതുപോലെ തന്നെ പരിസരങ്ങളിലെ ഹോസ്പിറ്റലുകളിലും ജാതി മത ഭേദമന്യേ എത്തുന്ന എല്ലാ രോഗികളെയും ശാരീരികമായും മാനസികമായും സാമ്പത്തികമായും എല്ലാ നിലക്കും സഹായിക്കുന്ന, സമൂഹത്തിനോ രാജ്യത്തിനോ സമർപ്പിക്കുന്ന 313 വളണ്ടിയർമാരെ സമർപ്പിച്ചാണ് നമ്മുടെ മീലാദ് കോൺഫറൻസ് നടക്കുന്നത് എന്നത് വളരെ ശ്രദ്ധേയമാണ്. അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ AD 570 ഏപ്രിൽ 20 മക്കത്ത് അബ്ദുള്ള എന്നവരുടെയും ആമിന റളിയല്ലാഹു അൻഹായുടെയും മകനായി ജനിച്ച് 632 വഫാത്തായി 1400 വർഷം കഴിഞ്ഞെങ്കിലും അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സന്ദേശങ്ങൾ എല്ലാ മേഖലയിലും ഇന്ന് പ്രസക്തി വർദ്ധിച്ചു വരികയാണ്. ഇൻഷാ അല്ലാഹ് അതിന്റെ പല ഭാഗങ്ങളും മഹാനായ ശൈഖുന ഉസ്താദിന്റെ ഹുബ്ബുർ റസൂൽ പ്രഭാഷണത്തിൽ നിന്ന് നമുക്ക് കേൾക്കാം. ഒരു ഉദാഹരണം മാത്രം നിങ്ങൾ ശ്രദ്ധയിൽപ്പെടുത്തുന്നു. നമ്മുടെ കൊച്ചുനാട് കേരളം, സാക്ഷര കേരളം, സുന്ദര കേരളം എന്ന് വിളിക്കപ്പെടുന്നു. നമ്മുടെ കേരളം 100% സാക്ഷരത കൈവരിച്ച് 2 പതിറ്റാണ്ട് കഴിഞ്ഞു. പക്ഷേ നമ്മുടെ കേരളത്തിന്റെ വിദ്യാഭ്യാസ മുന്നേറ്റം എത്രയുണ്ട്? അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വിദ്യാഭ്യാസ ശൈലി എന്തായിരുന്നു എന്ന് ഒരു താരതമ്യപ്പെടുന്ന പഠനത്തിന് ചില കാര്യങ്ങൾ മാത്രം നിങ്ങളെ ശ്രദ്ധയിൽപ്പെടുത്തുകയാണ്. 2 ദിവസം മുമ്പ് നാഷണൽ യൂണിവേഴ്സിറ്റി ഓഫ് എഡ്യൂക്കേഷൻ ആൻഡ് അഡ്മിനിസ്ട്രേഷനും അതുപോലെ തന്നെ മിനിസ്ട്രി ഓഫ് ഹ്യൂമൻ റിസോഴ്സും നടത്തിയ സർവേ വ്യക്തമാക്കുന്ന വസ്തുത, സാക്ഷര കേരളത്തെ എല്ലാ അർത്ഥത്തിലും ഞെട്ടിപ്പിക്കുന്നതും വേദനിപ്പിക്കുന്നതുമല്ലേ. ഓസ്കാർ ഫെർണാണ്ടസും അതുപോലെ തന്നെ വിജയ് പ്രഭാകരനും വ്യക്തമാക്കിയ വസ്തുത എത്രമാത്രം വേദനാജനകമാണ്. നമ്മുടെ കൊച്ചു കേരളം ഇന്ത്യയിലെ 28 അല്ലെങ്കിൽ തെലങ്കാന ഉൾപ്പെടെ 29 സ്റ്റേറ്റുകളിൽ ഇന്ന് പ്രൈമറി തലങ്ങളിൽ 14ാം സ്ഥാനത്ത് നിൽക്കുന്ന ഒരവസ്ഥയിലേക്ക് എത്തിയെന്ന് പറഞ്ഞാൽ, നമ്മുടെ ഇന്ത്യയിലെ 2ാം ക്ലാസ്സിൽ പഠിക്കുന്ന ബുക്ക്, 2ാം ക്ലാസ്സിലെ വിദ്യാർത്ഥിയുടെ ബുക്ക് വായിക്കാൻ 56% കുട്ടികൾക്കും 5ാം ക്ലാസ്സിലുള്ളവർക്ക് കഴിയുന്നില്ല എന്ന വസ്തുത, 2ാം ക്ലാസ്സിലെ ഗണിത സമസ്യകൾക്ക് പ്രതികരിക്കാൻ 46% കുട്ടികൾക്കും കഴിയുന്നില്ല എന്നൊരു വസ്തുത. എന്തിനേറെ 2001 56 ലക്ഷം വിദ്യാർത്ഥികൾ പൊതുവിദ്യാലയങ്ങൾ പഠിച്ചിരുന്നുവെങ്കിൽ
2014-13 ആകുമ്പോഴേക്കും അത് 36 ലക്ഷമായി ചുരുങ്ങിയെങ്കിൽ 20 ലക്ഷം കുട്ടികൾ കൊഴിഞ്ഞുപോയെങ്കിൽ, പൊതുവിദ്യാലയങ്ങൾ കൊഴിഞ്ഞുപോയെങ്കിൽ ഇതിന്റെ കാരണമെന്ത്? നിങ്ങൾ ആലോചിക്കണം. എന്റെ പ്രിയപ്പെട്ട സാമൂഹ്യ സാംസ്കാരിക രാഷ്ട്രീയ വിദ്യാഭ്യാസ നായകർ ഇവിടെയുണ്ട്. അഥവാ ഈ രാജ്യത്തിന്റെ, കേരളത്തിന്റെ റവന്യൂ വരുമാനത്തിന്റെ പകുതിയും ഇവിടെ നീക്കിവെക്കുന്ന വിദ്യാഭ്യാസത്തിന് വേണ്ടിയല്ലേ? കേന്ദ്രത്തിൽ ഹ്യൂമൻ റിസോഴ്സിൽ നിന്ന് കോടികൾ വരുന്നില്ലേ? പ്രൈവറ്റ് ഏജൻസികളിൽ നിന്ന് വളരെ കൂടുതൽ കിട്ടുന്നില്ലേ? PTA ഫണ്ടിലൂടെ പലതും സ്വരൂപിക്കുന്നില്ലേ? കോഴിക്കോട് നടക്കാവിൽ കഴിഞ്ഞ ദിവസം 22 കോടിയല്ലേ അവിടെ ഒരു സർക്കാർ സ്കൂളിന് വേണ്ടി പ്രാദേശിക ഫണ്ട് സ്വരൂപിച്ചത്. അങ്ങനെ ഓരോ സ്ഥലങ്ങളിലും കോടിക്കണക്കിന് രൂപ വിദ്യാഭ്യാസ മേഖലയിൽ ചെലവഴിക്കുന്നു. അതിന്റെ പുറമെ ഇന്ന് കേരളത്തിൽ കാണുന്ന പ്രൈവറ്റ് സ്കൂളുകൾക്ക് വേണ്ടി, അൺഎയ്ഡഡ് സ്കൂളുകൾക്ക് വേണ്ടി 2000 കോടി പ്രൈവറ്റ് മാനേജ്മെന്റ് ചെലവഴിക്കുന്നു. ഇതൊന്നും കണക്കിൽപ്പെടുന്നില്ല. എന്നിട്ടും എന്തുകൊണ്ട് വിദ്യാഭ്യാസം ഇവിടെ മുന്നേറുന്നില്ല? LKG തൊട്ട് 10-12 വർഷം SLC, 2 വർഷം +1 +2 കഴിഞ്ഞ് 3 വർഷം ഡിഗ്രിയും 2 വർഷം ഡിഗ്രി, 17-18 വർഷം കഴിഞ്ഞ് ഫ്ലുവന്റായി സംസാരിക്കാൻ കഴിയുന്നവർ എത്ര പേരുണ്ട്? ബയോളജിയും കെമിസ്ട്രിയും ഫിസിക്സും കഴിഞ്ഞ് എത്ര സയന്റിസ്റ്റുകളെ നമുക്ക് സംഭാവന ചെയ്യാൻ കഴിയുന്നുണ്ട്? എല്ലാറ്റിലുപരി മനുഷ്യത്വമുള്ളവർ എത്ര പേരെ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്? ഇവിടെ LKGയിൽ വരുന്നവർ സ്ഫുടിക സമാന ഹൃദയമനസ്കരാണെങ്കിൽ അവർ SLC കഴിയുമ്പോൾ, അവർ പ്രായം കൂടുമ്പോൾ, വിദ്യാഭ്യാസം കൂടുന്തോറും ക്രിമിനലുകളായി വർദ്ധിച്ചു വരുന്ന അവസ്ഥകളിലേക്ക് കാണുന്നത്. കഴിഞ്ഞ ആഴ്ച കേട്ടത് സ്കൂൾ അധ്യാപകൻ പോലീസ് വേഷമണിഞ്ഞ് 4 കോടി രൂപ തട്ടിപ്പറിച്ച രംഗമല്ലേ കേട്ടുകൊണ്ടിരിക്കുന്നത്. ഇത്രമാത്രം വേദനാജനകമായ രംഗം വരുമ്പോഴാണ് അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിലേക്ക്, അവിടുത്തെ വിദ്യാഭ്യാസ ശൈലിയിലേക്ക് ഞാനും നിങ്ങളും തിരിച്ചെത്തേണ്ടത്. ലഖദ് മന്നല്ലാഹു അലൽ മുഅ്മിനീന ഇദ് ബഅസ ഫീഹിം റസൂലൻ മിൻഹും യത്ലു അലൈഹിം ആയാതി വയുസക്കീഹിം ويعلمهم الكتاب والحكمة وإن كانوا من قبل لفي ضلال مبين. അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് പ്രവാചകത്വം ലഭിച്ച് 40ാമത്തെ വയസ്സിൽ നുബുവത്ത് കിട്ടി. 60 മരിക്കുമ്പോൾ കേവലം 23 വർഷം മാത്രമാണ് അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കോടാനുകോടി ചെലവഴിച്ചുകൊണ്ടായിരുന്നില്ല ഇവിടെ സംസ്കരണം നടത്തി. ഇതൊന്നും വേണ്ട എന്നല്ല പറയുന്നത്. ഇന്നും ലോകത്തെ ഏറ്റവും വലിയ യൂണിവേഴ്സിറ്റിയാണല്ലോ കേംബ്രിഡ്ജ് യൂണിവേഴ്സിറ്റി. 2 മാസം മുമ്പ് കേംബ്രിഡ്ജ് യൂണിവേഴ്സിറ്റി കണ്ടപ്പോൾ അതിന്റെ പല ബിൽഡിങ്ങുകളും പതിറ്റാണ്ടുകളിലുള്ള നൂറ്റാണ്ടുകൾ പഴക്കമുള്ള ബിൽഡിംഗ് തലവന്മാർ അവരുടെ മക്കളെ ആ സ്ഥാപനത്തിലേക്ക്, കേംബ്രിഡ്ജിലേക്ക് അയക്കുന്നത് അവിടുത്തെ ബിൽഡിങ്ങുകൾ കണ്ടുകൊണ്ടല്ല, അവിടുത്തെ പ്രോഡക്റ്റ് കണ്ടുകൊണ്ടാണ്. ഇവിടെയാണ് അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മുമ്പിൽ കിട്ടിയിരുന്നത് LKG UKG സ്റ്റുഡന്റിന്, അഥവാ 3-4 വയസ്സ് പ്രായമെത്തിയവരല്ല, മറിച്ച് 50-ഉം 60-ഉം 70-ഉം കഴിഞ്ഞ് 10-ഉം 50-ഉം 100-ഉം ആളുകളെ കൊന്ന് വേശ്യാലയങ്ങൾ മുങ്ങിക്കുളിച്ച് എല്ലാ അനാചാരങ്ങളും അശ്ലീലങ്ങളിലും മുങ്ങിക്കുളിച്ച് മനുഷ്യന്റെ സമത്വമെന്തെന്ന്, നീതിയെന്തെന്ന്, മനുഷ്യത്വമെന്തെന്ന് അറിയാത്ത ആളുകളെ അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കൂട്ടുനിൽക്കുകയോ അശ്ലീലങ്ങളോട് സഹകരിക്കുകയോ ഭീകരവാദത്തോടോ തീവ്രവാദത്തോടോ ഏതെങ്കിലും നിലക്ക് യോജിക്കുകയോ ചെയ്യാത്ത എക്കാലത്തും ലോകത്തിന്റെ മുമ്പിൽ മാതൃകാ സംസ്കാര സമ്പന്നരായ റോൾ മോഡലായ 1,24,000-ൽ പരം സഹാബത്തെ കിറാമിനെയാണ് അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വളർത്തിയെടുത്തത്. ഖുർആൻ പറയുന്നത്
അവിടെ കാനോ വാൽദീൻ വടിപിഴച്ചു എന്ന് പറയാൻ ആ രണ്ട് പദം പോരെ, അത് പറയാതെ വൈൻകാനു മിൻ ഖബ്ലു ലഫീ ളലാലിൻ മുബീൻ, അവർ മുമ്പ് വഴികേടുകളിൽ വ്യക്തമായ വഴികേടുകൾ മുങ്ങിക്കുളിച്ചവരായിരുന്നു എന്നർത്ഥം പറയുന്നത്. ഖുർആൻ വ്യാഖ്യാതാക്കൾ പറയുന്നു ഈ ഷാലില് ഒരു തുള്ളി രണ്ട് തുള്ളി ചളി തെറിച്ചു എന്ന് പറയുന്നു. ചളിയിൽ ഈ ഷാല് മുങ്ങിക്കുളിക്കുന്നു, രണ്ടും തമ്മിൽ വലിയ അന്തരമുണ്ടല്ലോ. ഒന്നോ രണ്ടോ ഭാഗങ്ങൾ എവിടെങ്കിലുമായാൽ കഴുകിക്കളയാൻ എളുപ്പമാണ്. അതേ സ്ഥാനത്ത് ചളിയിൽ മുങ്ങിക്കുളിച്ചാൽ അത് സംസ്കരിച്ചെടുക്കുക, അത് ശുദ്ധീകരിക്കുക വളരെ പ്രയാസമാണ്. എന്നാൽ അങ്ങനെയുള്ള ആളുകളെ അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സംസ്കരിച്ച ഒരൊറ്റ ഉദാഹരണം പറഞ്ഞ് ഞാൻ എന്റെ സംസാരം അവസാനിപ്പിക്കട്ടെ. ഇസ്ലാമിക് റിപ്പബ്ലിക്കിന്റെ തലവനായ അമീറുൽ മുഅ്മിനീൻ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു, നിങ്ങൾക്കറിയാമല്ലോ മഹാനകൾ വഫാത്തായി 1400 വർഷം കഴിഞ്ഞില്ലേ. ഇന്നും ആ പേര് കേൾക്കുമ്പോൾ മുസ്ലിമീങ്ങളെന്നല്ല എല്ലാ ഭരണാധികാരികളും എന്നല്ല നമ്മുടെ രാഷ്ട്രപിതാവായിരുന്ന മഹാത്മാഗാന്ധി വരെ ഞാൻ ഉമർ ഇബ്നുൽ ഖത്താബിന്റെ ഉമറിന്റെ ഭരണമാണ് ഞാൻ ഇഷ്ടപ്പെടുന്നെന്ന് പറഞ്ഞെങ്കിൽ ലോക ഭരണാധികാരികളെല്ലാം റോൾ മോഡലായി ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു കാണുന്നുവെങ്കിൽ, ആ പേര് കേൾക്കുമ്പോൾ വിറക്കുന്നുവെങ്കിൽ, അമീറുൽ മുഅ്മിനീൻ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു ഇസ്ലാമിക് റിപ്പബ്ലിക്കിന്റെ ലീഡറായി തലവനായി നാട്ടിൽ നിൽക്കുന്ന സമയത്ത് യാത്രയ്ക്ക് വേണ്ടി ഒരാറാബിയിൽ നിന്ന് ഒരാദിവാസിയിൽ നിന്ന് കുതിരയെ വാങ്ങി അല്പം അതിൽ യാത്ര ചെയ്തു. യാത്രക്ക് അനുയോജ്യമല്ലാത്ത അവസ്ഥ ആ കുതിരയിൽ പ്രകടമായി. അങ്ങനെ ആ കുതിരയെ ആ ആദിവാസിയെ തിരിച്ചേൽപ്പിച്ചു. ആദിവാസി വാങ്ങാൻ കൂട്ടാക്കുന്നില്ല. ആദിവാസി പറയുന്നു ഞാനത് വിൽക്കുമ്പോൾ അതിൽ ആ ന്യൂനതയില്ല, അതിന് രോഗമില്ല, കുഴപ്പമില്ല, പിന്നീടുണ്ടായത് ഞാൻ അറിയുകയില്ല. അവിടെ അമീറുൽ മുഅ്മിനീൻ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു, ഞാനിത് വാങ്ങിയത് കാണാനല്ല, എനിക്ക് യാത്ര ചെയ്യാനാണ്. യാത്ര ചെയ്യാൻ ഈ കുതിര പറ്റുന്നില്ല, എന്റെ കാശ് തിരിച്ചു തരണമെന്ന് പറയുമ്പോൾ ആര് തമ്മിലാണ് മത്സരം നടക്കുന്നത് നിങ്ങൾ ആലോചിക്കണം. റളിയല്ലാഹു അൻഹു എങ്കിൽ അപ്പുറത്തിരിക്കുന്നത് ഒരു രാഷ്ട്രീയക്കാരനല്ല, മറ്റു രാഷ്ട്രത്തലവനല്ല, ആദിവാസിയാണ്. ഏത് തീരുമാനങ്ങളും എടുക്കാനുള്ള സ്വാതന്ത്ര്യം ആരും ചോദിക്കുകയില്ല, ആരും അതിന്റെ പേരിൽ പ്രതിഷേധം രേഖപ്പെടുത്തുകയില്ല, ആരും ഭരണം അട്ടിമറിക്കുകയില്ല, ആരാരും ഈ വിഷയം അറിയുകയില്ല. പക്ഷേ ആ റാബി പറഞ്ഞു എനിക്ക് ഇതിന് വ്യക്തമായൊരു തീരുമാനം ഒരു മൂന്നാമതൊരു മധ്യവർത്തിയിലേക്ക് വെക്കലാണ് നല്ലത്. അങ്ങനെ രണ്ടു കൂട്ടരും സന്തോഷത്തോടെ മഹാനായ അമീറുൽ മുഅ്മിനീൻ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു സന്തോഷം അംഗീകരിക്കുകയും അങ്ങനെ അക്കാലത്ത് സർവസമ്മതനായ ഒരു ഖാദി ശുറൈഹ് എന്ന മഹാനുഭാവന്റെ റളിയല്ലാഹു അൻഹു മുമ്പിലെത്തി. ആദിവാസി പറഞ്ഞു അവിടെ എന്ത് തീരുമാനമെടുത്താലും. അറാബി പറഞ്ഞു ഞാനതിനെല്ലാം സന്നദ്ധനാണ്. അങ്ങനെ രണ്ട് വാദിയുടെയും പതിയുടെയും വാദങ്ങൾ രണ്ടും കേട്ട് ഖാദി ശുറൈഹ് റളിയല്ലാഹു അൻഹു അമീറുൽ മുഅ്മിനീൻ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവാണ് പ്രതികരിക്കുന്നത്. നിങ്ങൾ ആലോചിക്കണം, നിങ്ങൾ വാങ്ങിയ പോലെ കുതിര തിരിച്ചു കൊടുക്കാൻ പറ്റുമെങ്കിൽ നിങ്ങളത് കൊടുക്കുക, ഇല്ല എങ്കിൽ നിങ്ങൾ ആ കുതിരയുമായി കൊണ്ടുപോവുക. വഴുക്കുന്ന സമയത്ത് ഒരിക്കലും അതിന് ന്യൂനത ഉണ്ടായിരുന്നില്ലല്ലോ, അദ്ദേഹത്തോട് ചോദ്യം ചെയ്യാൻ നിങ്ങൾക്ക് യാതൊരു അവകാശവുമില്ലെന്ന് പറഞ്ഞപ്പോൾ മഹാനായ അമീറുൽ മുഅ്മിനീൻ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു ഖാദി ശുറൈഹിനെ സസ്പെൻഡ് ചെയ്യാൻ, ഡിസ്മിസ് ചെയ്യാൻ, അല്ലെങ്കിൽ ലോക്കപ്പിലിട്ട് പൂട്ടാൻ, അവിടത്തേക്ക് ആക്ഷൻ എടുക്കാനല്ല. അവിടെ നിന്ന് പറയുന്നത് ഹാദാ അദൽ ഹാദാ ഹുക്മുൻ ഫസ്ൽ, ഇത് വളരെ വസ്തുനിഷ്ഠമായ തീരുമാനമാണ്. ഞാൻ നിങ്ങൾക്ക് നൽകുന്ന തീരുമാനം പാരിതോഷികം അതാ ഇസ്ലാമിക് റിപ്പബ്ലിക്കിന്റെ സുപ്രീം കോർട്ടിന്റെ ജഡ്ജി തലവനായി ഹെഡായി ഞാൻ നിങ്ങളെ നിർമ്മിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് ഖാദി ശുറൈഹ് റളിയല്ലാഹു അൻഹുവിനെ അമീറുൽ മുഅ്മിനീൻ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിന്റെ കാലത്ത് അതാ ഇസ്ലാമിക് റിപ്പബ്ലിക്കിന്റെ ജഡ്ജിമെന്റിന്റെ ഹെഡായി തീരുമാനിച്ച് അങ്ങനെ അലി ഇബ്നു അബീ റളിയല്ലാഹുവിന്റെ കാലത്തും അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹുവിന്റെ കാലത്തും ഹജ്ജാജ് ഇബ്നു യൂസുഫിന്റെ കാലം വരെ ഖാദി ശുറൈഹ് റളിയല്ലാഹു അൻഹു, നിങ്ങൾക്കറിയാമല്ലോ അമീറുൽ മുഅ്മിനീൻ അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹുവിന്റെ യുദ്ധവസ്ത്രം ജൂതൻ മോഷ്ടിച്ചെടുത്തു. അങ്ങനെ തീരുമാനത്തിന്റെ ഖാദി ശുറൈഹ് റളിയല്ലാഹു അൻഹു തീരുമാനത്തിൽ വന്നപ്പോൾ ഖാദി ശുറൈഹ് റളിയല്ലാഹു അൻഹു വിധിച്ച ജൂതന് അനുകൂലമായിട്ടാണല്ലോ.
ഇവിടെ ഇസ്ലാം ഒരിക്കലും മത തീവ്രതയോ അല്ലെങ്കിൽ വർഗീയതയോ വിഭാഗിതയോ കാണിക്കുന്നില്ല. സമയം അനുവദിക്കാത്തത് കൊണ്ടാണ് ഞാൻ ആ ഭാഗത്തേക്ക് കിടക്കാതിരിക്കുന്നത്. അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മുമ്പിൽ ഒരു ജൂതന്റെ ഡെഡ് ബോഡി കൊണ്ടുപോകുന്ന സമയത്ത് അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എഴുന്നേറ്റ് നിന്ന് ആദരിച്ച് ബഹുമാനിക്കുകയായി. ചോദിച്ചു, പ്രവാചകരെ വധിക്കാൻ വേണ്ടി ഇവരെ ശ്രമിക്കുന്നവരല്ലേ? അക്കാലത്ത് ഏറ്റവും ശത്രുക്കളല്ലേ ജൂതന്മാർ? അവരുടെ ശവം കണ്ടതിന്റെ പേരിൽ ബഹുമാനിക്കേണ്ടതുണ്ടോ? പ്രവാചകരുടെ പ്രതികരണം അതൊരു മനുഷ്യനാണ്, മനുഷ്യനാദരിക്കാൻ ബാധ്യസ്ഥനാണ്. ഖുർആന്റെ അവസാനത്തെ സൂറത്ത് അന്നാസ് എന്നല്ലേ? ഖുർആന്റെ അവസാനത്തെ വേട് മിനൽ ജിന്നത്തി വന്നാസ് എന്നല്ലേ? മനുഷ്യത്വം, മാനവികത എല്ലാ വിഭാഗത്തിലും, എല്ലാ സമൂഹത്തിലും, എല്ലാ വിഭാഗങ്ങളിലും ഇന്നി ജാഇലുൻ ഫിൽ അർളി ഖലീഫ, പ്രകൃതിയോടും സർവസ്വത്തോടും സമരപ്പെട്ട് സർവത്തോടും സർവത്തെയും സഹകരിച്ച് അതാണ് മഹാനായ താജുൽ ഉലമ അബ്ദുറഹ്മാൻ അൽ ബുഖാരി ഹഫിളഹുല്ലാഹ് ദീർഘായുസ്സ് നൽകണേ അല്ലാഹ്. ഈ സുന്നി സംഘ കുടുംബങ്ങളുടെ അജയ്യമായ നേതൃത്വം, മഹാനായ ശൈഖുന നേതൃത്വം നൽകുന്ന പ്രസ്ഥാനം SYS സ്വാതന്ത്ര്യം പദ്ധതികൾ തൃശ്ശൂരിൽ മാത്രമല്ല കേരളത്തിലുടനീളം 2000-ഓളം യൂണിറ്റുകളിലായി ഒട്ടനവധി ആംബുലൻസുകള്, അതുപോലെ തന്നെ ഡയാലിസിസ് സെന്ററുകള്, അങ്ങനെ ഓരോ യൂണിറ്റുകളും ആവശ്യമാകുന്ന ഓരോ സഹായങ്ങളും നൽകുന്നത് ഞങ്ങൾക്കെല്ലാറ്റിലും റോൾ മോഡൽ അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാണ്. അവിടുത്തെ സന്ദേശം ലോകത്തിന്റെ മുമ്പിൽ പരിചയപ്പെടുത്തലാണ് ഈ മീലാദ് സന്ദേശത്തിന്റെ, ഈ മീലാദ് കോൺഫറൻസിന്റെ ലക്ഷ്യമെന്നുണർത്തി ഞാൻ എന്റെ സംസാരം ഉപസംഹരിക്കുന്നു. ഇതിനു വേണ്ടി കഷ്ടപ്പെട്ടവർ, സഹായിച്ചവർ, സഹകരിച്ചവർ, നമ്മുടെ സ്റ്റേജിലിരിക്കുന്ന ധാരാളം സമുന്നതരായ മഹൽ വ്യക്തിത്വങ്ങളുണ്ട്. ആയിരങ്ങൾ, പതിനായിരങ്ങൾ, ലക്ഷങ്ങൾ തന്നവരുണ്ട്. ഇതിൽ ഈ സദസ്സിലിരിക്കുന്ന എത്രയോ വലിയ പണ്ഡിതന്മാർ, സർവസ്വം പ്രസ്ഥാനത്തിന് സമർപ്പിക്കുന്ന മഹൽ വ്യക്തിത്വങ്ങൾ, എല്ലാവർക്കും അർഹമായ പ്രതിഫലം നൽകണേ അല്ലാഹ്. ഈ സ്വാതന്ത്ര്യം പദ്ധതി ആദ്യമായി ക്രിയാത്മകമായി പ്രാവർത്തികമാക്കി തുടങ്ങിയത് തൃശൂർ ജില്ലയാണ് എന്നതുകൂടി അൽഹംദുലില്ലാഹ് നമുക്കെന്നും എന്നും അഭിമാനിക്കാൻ, നമുക്കെന്നും സന്തോഷിക്കാൻ ഇൻഷാ അല്ലാഹ് അത് വളരെ വിപുലമായി തന്നെ എല്ലാ യൂണിറ്റുകളിലും എല്ലാ മേഖലകളിലും ജാതി മതഭേദമന്യേ സർവ കുടിലുകളിലും എത്തി നമ്മുടെ സഹായഹസ്തം, അത് വാക്കുകളെ കൊണ്ടാണെങ്കിൽ അല്ലെങ്കിൽ പ്രവൃത്തികളെ കൊണ്ട് ഏതെങ്കിലും വിധത്തിൽ അവരെ സഹായിക്കാൻ എല്ലാവരും പ്രതിജ്ഞ ചെയ്യുക. ഇതായിരിക്കട്ടെ നമ്മുടെ മീലാദ് സന്ദേശം നമുക്ക് നൽകുന്ന പാഠമെന്നുണർത്തി. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.